ഇതാണ് പ്ലാങ്ക് സ്കെയിൽ. ഇവിടെ സ്ഥലകാലത്തിന്റെ ഘടന ഒരു പ്രക്ഷുബ്ധമായ ക്വാണ്ടം ഫോർ ട്രൈലോജിയായി മാറുന്നു. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഗെയിമിനുള്ളിലാണോ എന്ന്? എന്നാണ് ആധുനിക ശാസ്ത്രം നൽകുന്ന സൂചന. അതിന് പ്രധാനമായും 2 തെളിവുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ദ പിക്സൽസ്, പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്ന. ആദ്യത്തെ പ്ലാങ്ക് ലെങ്ത് ഒരു മൊബൈൽ ഡിസ്പ്ലേ സൂം ചെയ്താൽ ചെറിയ ചതുരങ്ങൾ അഥവാ പിക്സലുകൾ കാണാം. അതുപോലെ ഈ ലോകത്തെ പരമാവധി സൂം ചെയ്താൽ അവസാനമായി കാണുന്ന പിക്സലാണ് പ്ലാങ്ക് ലെങ്ത്. Have you ever noticed that digital images break into pixels when zoomed in? Our universe does the same thing at the Planck scale. അതായത് നമ്മുടെ ലോകം സ്മൂത്തായ ഒന്നല്ല, മറിച്ച് ചെറിയ കഷ്ണങ്ങൾ അടുക്കി വെച്ച ഒന്നാണ്. ഇത് ഒരു ഡിജിറ്റൽ ലോകത്തിന്റെ ലക്ഷണമല്ലേ? അടുത്തായിട്ട് വരുന്നതാണ് പ്ലാങ്ക് ടൈം, ദ ഫ്രെയിം റേറ്റ്. രണ്ടാമത്തെ ഇത് പറയുമ്പോൾ പ്ലാങ്ക് ടൈം ഒരു സിനിമ ഓടുമ്പോൾ അത് യഥാർത്ഥത്തിൽ മിന്നൽ വേഗത്തിൽ മാറുന്ന കുറെ ചിത്രങ്ങളാണ്. ഇതിനെ നമ്മൾ ഫ്രെയിം റേറ്റ് എന്നാണ് വിളിക്കുക. അതുപോലെ സമയത്തിന് ഒരു ഫ്രെയിം റേറ്റ് ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതാണ് പ്ലാങ്ക് ടൈം. ഇസ് ദ കണ്ടിന്യൂസ് ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ സീരീസ് ഓഫ് ഫ്രെയിംസ് മൂവിങ് ഇൻക്രെഡിബിളി ഫാസ്റ്റ്? സമയം ഒരു പുഴ പോലെ ഒഴുകുകയല്ല, മറിച്ച് ഓരോ പ്ലാങ്ക് ടൈമിലും പ്രപഞ്ചം ഒരു ഫോട്ടോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഈ ലോകത്തെ ഓരോ നിമിഷവും പ്രവർത്തിപ്പിക്കുന്നത് പോലെ. ഈ ദൂരത്തിന് പിക്സലുകളും സമയത്തിന് ഫ്രെയിം റേറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സിമുലേഷനിലാണെന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? ആർ വി റിയൽ ഓർ ജസ്റ്റ് എ പ്രോഗ്രാം റണ്ണിങ് ഇൻ സ്പേസ്? മൈൻഡ് ബ്ലോവിങ്, റൈറ്റ്? അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാം. കൂടുതൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.